ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ജാമ്യം. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കർശന ഉപാധികളോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും പോലീസ് കോടതിയെ അറിയിച്ചു. നടി പരാതി നൽകാൻ 8 കൊല്ലമെടുത്തു എന്നത് കണക്കിലെടുത്താണ് സുപ്രീം കോടതി കഴിഞ്ഞ മാസം സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാസ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിക്കണമെന്നും സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിരുന്നു. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയതോടെ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യവ്യവസ്ഥകൾ ഏർപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു പോലീസിന് മുൻപിലുള്ള നടപടിക്രമം. അതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യലിനായി നടൻ സിദ്ദിഖിനെ തിരുവനന്തപുരം കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു വരുത്തിയത്. കൃത്യം 10 മണിയോടെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ നടൻ ഹാജരായി. രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. അവിടെ നിന്ന് നേരെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഹാജരാക്കി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം. സംസ്ഥാനം വിട്ടു പോകാൻ പാടില്ല. പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം. 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. കേസുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യ പ്രചരണം പാടില്ല. പരാതിക്കാരിയെയോ പരാതിക്കാരിയുടെ ബന്ധുക്കളെയോ സമീപിക്കാൻ പാടില്ല തുടങ്ങിയവയാണ് ഉപാധികൾ. കേസിൽ നേരത്തെ സിദ്ദിഖ് ചോദ്യം ചെയ്യലിനായി 2 തവണ ഹാജരായിരുന്നു. സിദ്ദിഖ് പരാതിക്കാരിയെ പരിചയപ്പെട്ടത് ഫേസ്ബുക്ക് വഴിയാണെന്നും അഭിനയിപ്പിക്കാമെന്ന വ്യാജേനയാണ് ഹോട്ടലിൽ വിളിച്ചു വരുത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹോട്ടൽ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്ന് പുറത്തു പറയുമെന്ന് പറഞ്ഞ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.